സ്വപ്നം കാണാനായിട്ട് ഞാനും മമ്മിയും കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. കാരണം ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുമുണ്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സ്വപ്നങ്ങൾ കണ്ടിട്ട് മറന്നു പോകാതിരിക്കാനായിട്ട് എൻ്റെ ഡയറിയിൽ സ്വപ്നം 1, 2, 3 അങ്ങനെ എണ്ണയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ എൻ്റെ ഇച്ഛ വളരെ റെയറായിട്ട് കാണാറില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് എല്ലാവരും ഇങ്ങനെ കാണുന്ന സംഭവം അല്ലാന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം മമ്മി എന്നെ വിളിച്ച് ചോദിച്ചു, എടി നമ്മുടെ പപ്പായ പ്ലാന്റിന് എന്നാ പറ്റി അത് അഴുകിപ്പോയോന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പപ്പായ പ്ലാന്റിന് അഴുകിയൊന്നും പോയിട്ടില്ല. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഒടിഞ്ഞ് അപ്പൂസ് അവിടെ പിയാനോ വായിക്കാൻ നിന്നപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വീണിട്ട് അതിങ്ങനെ ഒന്ന് ചാഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞാനതിങ്ങനെ ഓക്കെ ആയിട്ട് ഒരു കമ്പൊക്കെ കുത്തി കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, ശരിയാവുമായിരിക്കുമെന്ന്. അപ്പം ഞാനിത് കാര്യം മമ്മിയോട് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ മമ്മി ഓൾറെഡി സ്വപ്നം കണ്ടായിരുന്നു ആ പ്ലാന്റ് പോയെന്ന്. അപ്പൂസിന് ഭയങ്കര വിഷമമായി കേട്ടോ. എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറയാം, അമ്മേ ഈ പ്ലാന്റിന് സീഡ് മേടിക്കാൻ കിട്ടുമോ എന്നൊക്കെ. എനിക്ക് വിഷമമായെന്ന് വിചാരിച്ചിട്ടാണ് അവൻ എനിക്ക് വേണ്ടി അത് പറഞ്ഞത്.